ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് കേക്കുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദയിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 3-4 തവണ ഇത് അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 6 ഡ്രോപ്സ് ബട്ടർ സ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് 4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. എസൻസും എണ്ണയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ ഹാൻഡ് മിക്സർ വെച്ചിട്ട് ഇത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കട്ടയൊന്നും കെട്ടാതെ മെല്ലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് 40 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നല്ലോണം ഒന്ന് ചൂടായിട്ട് അതൊന്ന് ഉരുകി വരും. അപ്പം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ഏകദേശം ഉരുക്കിയിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കളർ മാറട്ടെ. ഇതിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി. ഇവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം മറന്നു കേട്ടോ. പിന്നെ കേക്ക് വേവുന്ന ഭാഗം വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു. പിന്നെ അത് മറന്നു പോയതാണ്. നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ സ്കോച്ചിന്റെ കേക്ക് ഒരു ലൈറ്റ് മഞ്ഞ കളർ ആയിരിക്കും. നമുക്ക് കേക്ക് ബോർഡുമേ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഈ കേക്കുമേ മുഴുവനായിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക. നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ മേലെ നമ്മുടെ കാരമൽ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ചെയ്തെടുക്കുക. മൂന്നാമത്തെ ലെയറും പിന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം മുഴുവനായിട്ട് ഇതുമേലൊന്ന് കവർ ചെയ്തെടുക്കുക. നമ്മുടെ കേക്കുമ്മേ വിപ്പിംഗ് ക്രീമൊക്കെ കവർ ചെയ്തു. നമുക്ക് പിന്നെ നമ്മളെ കടലമിഠായി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കടലമിഠായി മേടിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേക്കുമ്മേ പിന്നെ മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോസ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള സോസ് കേക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ റോസ് പൂവിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അടിഭാഗം കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.